വിചാരിച്ചിട്ടില്ല വെനീസിൽ ഇങ്ങനെയൊക്കെ ഫോട്ടോ ഇരുന്ന് ഞങ്ങളങ്ങനെ വെനീസ് എത്തി. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരാൾക്ക് 600 പേരാണോ 700 പേരാണോ അത്രയും ടൂറിസ്റ്റ് ഉണ്ട്. പക്ഷെ അടിപൊളി സ്ഥലമാണ്. ഞങ്ങൾ ആദ്യം തന്നെ പോയി ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടി. ഓക്കെ, പറഞ്ഞ പോലെ തന്നെ നല്ല സണ്ണി, അടിപൊളി വെയിൽ. അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോയിൽ നല്ല വൃത്തി ഉണ്ടാവും, പിന്നെ കാണാനും നല്ല ഇവിടം കാണാനും ഇങ്ങനെ കനാലും ഫുള്ള് ഇതൊക്കെ ആയിട്ട് കാണാൻ നല്ല രസമുണ്ടാവും. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരാൾക്ക് 600 ടൂറിസ്റ്റ് എന്നുള്ള പോലെ. അതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക് ടൂറിസ്റ്റുകളെ കണ്ടാലേ ദേശീയ എന്നൊക്കെ പറയുന്നതിന് ഒരു എന്താ അതൊരു നുണയല്ല, ഓവറാക്കി പറയുന്നതേ അല്ല. ഇത് നോക്ക്, കാണിച്ചു തരേ. ഇത് നോക്ക് എത്ര ആൾക്കാരാണെന്നുണ്ടോ. എന്താണ് ജനസാഗരമാണ്, ജനസാഗരം. എവിടെ നോക്കിയാലും ആൾക്കാർ, ചറപറ ചന്നം പിന്നെ ആൾക്കാർ. ഞങ്ങളിനി ഇവിടുന്ന് ഒരു അതാ ഫേമസ് ആ ഒരു ബ്രിഡ്ജിൽ, എൻ്റെ പേര് എന്തോ ഒരു പോണ്ടേ, അതാ നീല്, അതാ ഗോണ്ടോള അല്ലേ, അവിടെ നിന്ന് ആ ഗോണ്ടോളെ പോകേണ്ടത്. നോക്ക്, ഇതിൻ്റെ വ്യൂ അടിപൊളി കേട്ടോ. വെനീസ് ഭംഗി ഒരു രക്ഷയില്ലാന്ന് തോന്നുന്നു, പക്ഷേ അവസ്ഥയാണ്. ചിന്നും ജയ്യും അവിടെ ഉണ്ട്. പക്ഷെ ചിന്നു ജയ്യ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും ആൾക്കാര്, ഇത്ര ആൾക്കാരുള്ള ഒരു സ്ഥലം ഞാൻ ആദ്യമായി കാണാൻ തോന്നുന്നു കേട്ടോ. ആ ബ്രിഡ്ജിന്റെ മുകളിൽ കയറി ഞങ്ങൾ നോക്കി, എന്താ രസം. അപ്പൊ അതിലും പോയി ഫുഡ് കഴിച്ചാലോ നമുക്ക് ഇന്നാലിനി. ചേച്ചിയായിട്ടും ചിന്നു ചേച്ചി സാധനം മേടിച്ചിട്ട് വരും. അപ്പ എവിടെ? അപ്പ എവിടെ ഉണ്ട്? അപ്പ ഇവിടെ ഉണ്ട്. ആളെ തട്ടിയിട്ട് തില്ല് നടക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള തപ്പൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എവിടെയെങ്കിലും ഒരു കടയിൽ കയറി ഫുഡ് കഴിക്കാം എന്നുള്ള പ്ലാനിൽ നമ്മൾ മുന്നോട്ട് നടന്നപ്പോഴാണ് ആദ്യമായിട്ട് നമ്മൾ പച്ചവെള്ളത്തിൽ കൂടി പോകുന്ന ആ ഗോണ്ടോള കണ്ടത്. അത് കണ്ട് കുറച്ച് നേരം അവിടെ വായി നോക്കി നിന്നിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും ഫോർ ദ മറ്റേ ഹോട്ടൽ ഹണ്ട് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പിന് വേണ്ടിയിട്ട് തപ്പിക്കൊണ്ട് നടക്കുകയാണ്. പക്ഷേ ആക്ച്വലി ഇവിടെ കുറേ ഫുഡ് ഷോപ്സൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളിങ്ങനെ കയറിയ സ്ട്രീറ്റിൽ കറക്റ്റ് ഫുഡ് ഷോപ്സ് ഉള്ള സ്ട്രീറ്റ് അല്ലായിരുന്നു. കാരണം ഇതിങ്ങനെ ഫുൾ ഒരു മെയ്സ് പോലെ, ഒരിടത്ത് കയറി മറ്റിടത്ത് ഇറങ്ങി, പിന്നെ തിരിഞ്ഞ് അപ്പുറത്ത് കയറി ഇപ്പുറത്ത് ഇറങ്ങി, അങ്ങനെ അവസാനം എത്തിയ ഷോപ്പും നല്ലായിരുന്നു കേട്ടോ. നല്ല ആൾക്കാർ വരുന്നു. നമ്മൾ അവിടുന്ന് കുറച്ച് എല്ലാവരും ഡിഫറെൻറ്റ് ഐറ്റംസാണ് വാങ്ങിയത്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. നല്ല അതിൽ ചിന്നു വാങ്ങിയ ഒരു ലോബ്സ്റ്ററിൻ്റെ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ അതൊക്കെ അടിപൊളി സാധനമായിരുന്നു. നല്ല നല്ല ഫുഡുകളായിരുന്നു കഴിച്ചതൊക്കെ. വെനീസ് ആൻ എൻജിനീയറിംഗ് മാർവൽ. ശരിക്കും ഒരു സിറ്റി, അത് വെള്ളത്തിൻ്റെ മുകളിൽ നെയ്തെടുക്കപ്പെട്ട ഒരു സിറ്റി. നമ്മളിവിടെ ഓരോ സ്ട്രീറ്റിലും ഇങ്ങനെ നടക്കുമ്പം എൻ്റെ ബാക്ക് ഓഫ് ദി മൈൻഡിൽ ഞാനിങ്ങനെ ഇതിനെപ്പറ്റി വായിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ പോകുന്നതിന് മുന്നേ ഓരോ സ്ഥലത്തിനെ പറ്റി വായിക്കും. അപ്പോൾ ഈ സ്ഥലത്തിനെ പറ്റി ഇങ്ങനെ അറിഞ്ഞത് വെച്ചിട്ട് നമ്മുടെ വെക്കുന്ന കാലിൻ്റെ അടിയിൽ പോലും ഒരു എൻജിനീയറിംഗ് മാസ്റ്റർ പീസ് ഉണ്ട് വെനീസിൽ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ ഓരോ ബിൽഡിങ്ങും ഉണ്ടാക്കപ്പെട്ടത് ചതുപ്പ് നിലത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ മരത്തിൻ്റെ കുറ്റിയടിച്ചിറക്കിയിട്ട് അതിൻ്റെ മുകളിലൊരു ഒരു ഷീറ്റ് വിരിക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലൊരു പ്രത്യേക സ്റ്റോണിൻ്റെ
ഒരു ലെയർ ഉണ്ടാക്കും, ഒരു 3-4 ലെയർ. അതിൻ്റെ മുകളിലാണ് ഇവർ ഈ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത സിറ്റിയാണിത് 450 AD, അത്രയും കൊല്ലങ്ങൾ മുന്നേ. അപ്പോൾ ഇതിനെ എൻജിനീയറിംഗ് മാർവൽ എന്നല്ലേ വിളിക്കേണ്ടതല്ലേ? ശരിക്കുമാണ് ഞാൻ ഞെട്ടിപ്പോയി ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ്. അത് 1-2 വീടുകളല്ല, എത്രയോ കെട്ടിടങ്ങളാണ് അവിടെ ഉണ്ടാക്കപ്പെട്ടതിങ്ങനെ. സ്നേഹനിധിയായ ഭർത്താവിനെയും ഭാര്യനെയും കാണുന്നുണ്ടോ ഗൈസ്? ഇത് ഇതാരാ നീ? CBI ഡയർ കുറിപ്പോ? പിന്നെ ഞാൻ ഇതിനു മുന്നേ പറഞ്ഞല്ലോ ഇതൊരു എൻജിനീയറിംഗ് മാർവലാണെന്ന്. അതിൻ്റെ വേറൊരു കാര്യമാണ്, ഇവർ ഈ ബിൽഡിങ്സ് പണിയുമ്പോൾ തന്നെ അവർക്കറിയാം ഇവിടെ ലൈറ്റ് വെയ്റ്റ് ബിൽഡിങ്സ് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ 3 ഫ്ലോർസിന് മുകളിൽ പണിയില്ല. പിന്നെ അവർ ഇതിനടിയിൽ വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ഈ വെള്ളത്തിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചിട്ട് ഇതിന് ചെറിയൊരു ഫ്ലെക്സിബിൾ ആയിരിക്കണം ഈ ബിൽഡിങ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ ഓരോ ബിൽഡിങ്ങും ഈ ബ്രിക്സിൻ്റെ ഇടയിൽ സിമെൻ്റ് അല്ല ഉപയോഗിക്കുന്നത്. അവർ നമ്മുടെ ചുണ്ണാമ്പ് ചാന്തെന്ന് പറയുന്ന അതുപോലത്തെ ഒരു ഐറ്റം ഉപയോഗിച്ചിട്ടാണ് അവർ ആ ബ്രിക്സ് ഉറപ്പിക്കുന്നത്. പിന്നെ ഇവരുടെ ഫ്രണ്ട് വോളിൽ ഇങ്ങനെ സ്ട്രോങ് വിൻഡോസും പിന്നെ ഈ സ്റ്റോൺ വർക്ക്സൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അതവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് അവരത് പിൻ ചെയ്താണ് വെക്കുന്നത്. അതിൻ്റെ അയൺ റോഡ്സ് നമുക്ക് നോക്കി എല്ലാ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ കാണാം. ഈ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലുണ്ട് അയൺ റോഡ്. പിന്നെ ഇവരുടെ മാസ്ക് വേൾഡ് ഫേമസ് ആണ്, വെനീസ് മാസ്ക്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരവരുടെ കാർണിവലിൽ നിന്ന് എല്ലാവരും ഒരേ ഐഡൻറ്റിറ്റി, എല്ലാവരും ഈക്വൽ, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ മാസ്ക് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾ പെട്ടെന്ന് റിച്ചായി ഗൈസ്. സ്വന്തമായിട്ടൊരു ബോട്ടൊക്കെ വാങ്ങി ഇതാ ഗോണ്ടോള റൈഡിന് പോയിക്കൊണ്ടിരിക്കുക ഞങ്ങൾ. നോക്കിക്ക് എന്തോ ഈ ചേട്ടനാണ് ഞങ്ങളെ തുഴഞ്ഞു കൊണ്ടുപോകുന്നത്. കൊണ്ടുപോകുന്നത് മാത്രമല്ല കഥയും പറഞ്ഞു തരും. നമ്മള് കുഞ്ഞൊക്കെ ആയിരിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ അല്ലെ, ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ നമ്മൾ വെനീസിൽ എന്തെങ്കിലും പോകും. അത് പൂഞ്ഞാർ ഓടി നടന്ന ഞാൻ ഇങ്ങനെ നമ്മൾ കുറച്ച് മുന്നേ വരെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടുത്തെ കെട്ടിടങ്ങളുടെയൊക്കെ പ്രത്യേകതയും ഒക്കെ. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാൻ ഈ ബോട്ടിലിരുന്നതിൻ്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ ആ പച്ച കളർ പായൽ പോലെ ആ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ കാണുന്നില്ലേ, അവിടെ വരെയാണ് വെള്ളം കയറുന്നത്. അതായത് ഓരോ 12 മണിക്കൂറും വേലിയിറക്കം. അതുകൊണ്ടാണ് ഇപ്പം താന്ന് നിൽക്കും. കുറച്ച് 12 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ അത്രയും ഹൈറ്റിൽ വരെ വെള്ളം വരും ഇവിടെ. അതനുസരിച്ചിട്ടാണ് അവർ ഓരോ ബിൽഡിങ്ങിൻ്റെയും താഴത്തെ നില വരെ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു ബോട്ടിലിരുന്ന് ഇവർ പറയുന്ന കഥയും കേട്ട് പോകാൻ ഭയങ്കര രസമാണ്. കാരണം ഇവർക്ക് പറയാൻ കുറേ കഥകളുണ്ടാവും. എന്തുമാത്രം ഹിസ്റ്ററി, നമ്മുടെ ഒന്നും നാട്ടിൽ വീടുകൾ ഉണ്ടാക്കപ്പെട്ടതുപോലെയോ അല്ലെങ്കിൽ അതുപോലെ ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സിറ്റി അല്ല വെനീസ്. ഒരു ഭയങ്കരമായ ഹ്യൂമൻ ബ്രെയിൻ അല്ലെങ്കിൽ ഹ്യൂമൻ കഷ്ടപ്പാടിൻ്റെ പുറത്ത് ഉണ്ടാക്കപ്പെട്ട ഒരു സിറ്റിയാണ്. കാരണം 500 വർഷത്തോളം ഇവർക്ക് ബ്രിഡ്ജുകൾ പോലും ഉണ്ടായിരുന്നില്ല. അവർ ഫുള്ളും ഒരു 121 ഐലൻഡ് ചേർന്നിട്ടാണ് ഈ വെനീസ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ഐലൻഡിൽ നിന്ന് വേറെ ഐലൻഡിലേക്ക് പോകാൻ അവർ ഒന്നെങ്കിൽ ബോട്ട് അല്ലെങ്കിൽ ഈ വെള്ളം കുറയുന്ന ടൈമിൽ കുതിരയുടെ മുകളിൽ വരെ ആയിരുന്നു പണ്ട് പോയിക്കൊണ്ടിരുന്നത്. അതിന് ശേഷമാണ് ഇപ്പം നമ്മളിങ്ങനെ കണ്ടിരുന്നത്, ഇപ്പം ഞാനിരുന്ന് ആസ്വദിക്കുന്ന പോലെ ഇങ്ങനെ ആസ്വദിക്കാനും അല്ലെങ്കിൽ നമ്മൾക്കിങ്ങനെ ഈ ബോട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ പോകുമല്ലോ. അതൊക്കെ ആ ബ്രിഡ്ജൊക്കെ ഇപ്പം ഓൾമോസ്റ്റ് 450യുടെ മുകളിൽ ബ്രിഡ്ജസ് ഉണ്ട് അവിടെ. ആ ബ്രിഡ്ജൊക്കെ 500 വർഷങ്ങൾക്ക് ശേഷമാണ് അവരെങ്ങനെ ഉണ്ടാക്കണം ബ്രിഡ്ജ്. കാരണം അവർക്ക് റിയാൽട്ടോ എന്ന് പറഞ്ഞാൽ അതാണ് അവരുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ. അപ്പോൾ അങ്ങോട്ടേക്ക് എല്ലാ ഐലൻഡിൽ നിന്നും പോകാൻ പറ്റിയാലേ അവർക്ക് ഈ ഫിനാൻഷ്യലി അവർക്ക് സ്ട്രോങ് ആവാൻ പറ്റുള്ളൂ, ബിസിനസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ആദ്യത്തെ ബ്രിഡ്ജ് ഉണ്ടാക്കുന്നത്. ഇതുണ്ട് ഇവിടെ ഓരോ 6 മണിക്കൂറൊക്കെ കൂടുമ്പോൾ
വെള്ളം ആ പച്ച കളർ കാണുന്ന അവിടെ വരെ കൂടും, പിന്നെ താഴേക്ക് കുറയും. പിന്നെ വിൻ്ററിലൊക്കെ കുറേ നല്ലോണം കൂടും പോലും. പാർക്കിംഗ് ഈസ് വെരി എഫിഷ്യൻ്റ് ആണ്. സെറ്റാവും. വന്നു വന്നു വന്ന് ഞങ്ങൾ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. യെസ്, അങ്ങനെ ഞങ്ങളുടെ ഗോണ്ടോള റൈഡ് കഴിഞ്ഞിരിക്കുന്നു. ഓരോരുത്തായി ഗോണ്ടോള റൈഡിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നീല എല്ലാവരും ബൈ ബൈ, താങ്ക് യു സോ ചാ ചാ. നല്ല വെയിലത്ത് നല്ല കിണ്ണം കാച്ചിയ ഒരു ഗോണ്ടോള റൈഡൊക്കെ അടിച്ച് ഇപ്പം നമ്മളൊരു ജെലാറ്റോ തപ്പി നടത്തായിരുന്നു. കിട്ടി. നീല ആസ് യൂഷ്വൽ, വാനില ആൻഡ് ചോക്ലേറ്റ്. എല്ലാവരും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓരോരോ ഫ്ലേവർ. ഞാനും ബാലു ഒരെണ്ണം വാങ്ങിയത്. ഓക്കെ നോട്ട് അങ്ങനെ ഭയങ്കര അടിപൊളിയെന്നൊന്നുമില്ല. നമുക്ക് ചിനു ചേച്ചി പറഞ്ഞ പോലെ ഒരു ദിവസം ഉണ്ടാക്കി നോക്കാം. എന്തിന്? ഐസ്ക്രീം കഴിക്കാൻ. ഇതൊക്കെ ഞങ്ങൾ നടക്കുന്ന സ്ട്രീറ്റ് നോക്ക്. പഴയ ഇഷ്ടികയൊക്കെ വെച്ച് ചെറിയ സ്ട്രീറ്റ്. നല്ല രസമുണ്ട് കാണാൻ. ഞങ്ങളടുത്ത ബ്രിഡ്ജ് കയറുകയാണ്. നല്ല പച്ചവെള്ളം. ഇതാണ് പച്ചവെള്ളം. പച്ചവെള്ളം വേണം കുടിക്കാൻ എന്ന് പണ്ട് ചോദിക്കുന്നത്. ഇതാണ് പച്ചവെള്ളം. ഇതാണ് വെനീസിന്റെ ഭംഗി. നോക്കിയേ. ഓ നീലു എങ്ങനെയുണ്ട്? ഈ സ്ട്രീറ്റ് കാണാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ ഒരു ഇതിന്ന് കയറി പിന്നെ അകത്തെത്തും, പിന്നെ വീണ്ടും നമ്മൾ ചെരിയും. ഇങ്ങനെ നോക്ക്, ഈ സ്ട്രീറ്റ് നോക്ക്, നല്ല രസമുണ്ട് കാണാൻ. ഇവർക്ക് കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കിയ ഒരു എൻജിനീയറിംഗ് മാർബിൾ മാത്രമല്ല, ശരിക്കും വെനീസ് ഒരു എൻജിനീയറിംഗ് അത്ഭുതമാണെന്ന് പറയാൻ വേറെയും കാര്യങ്ങളുണ്ട്. കാരണം ഇവിടെ ജനസംഖ്യ കൂടി വന്നതനുസരിച്ച് ഇവർക്ക് ഫ്രഷ് വാട്ടറിൻ്റെ ബുദ്ധിമുട്ട് വന്നു. അതായത് കുടിക്കാൻ വെള്ളം ഇല്ലായ്മ. അത് ഒരു വലിയൊരു പ്രോബ്ലം ആണല്ലോ. അപ്പോൾ ഇവർ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഫുൾ ഭയങ്കര സോൾട്ടി വാട്ടർ, അത് കുടിക്കാൻ പറ്റാത്ത വാട്ടറാണ്. അപ്പോൾ അവരെന്താ അതിന് വേണ്ടിയിട്ട് എന്ത് ചിരിച്ചിട്ട് എനിക്ക് എൻ്റെ വോയിസ് ഓവർ വരെ തെറ്റിപ്പോയി. അവരെങ്ങനെയാണ് ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവർ കണ്ട് സൈഡിലൊക്കെ കാണുന്നില്ലേ പൈപ്പ്, ഈ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ കൂടിയുള്ള, അതിങ്ങനെ റെയിൻ വാട്ടർ കളക്ട് ചെയ്ത് താഴെ കിണറുകളിലേക്ക് ഇവർ സേവ് ചെയ്ത് വെക്കും. അതുപോലെ ഇവരുടെ വേസ്റ്റ് മാനേജ്മെൻറ്റും ഭയങ്കര അടിപൊളിയാണ്. ഇവരുടെ ഡ്രെയിനേജ് വാട്ടർ ഈ കനാലിലേക്കാണ് വരിക. ഓഫ് കോഴ്സ് അത് കുടിക്കാൻ കൊള്ളുന്ന വെള്ളം അല്ലാത്തതുകൊണ്ട് തന്നെ അതിലേക്ക് വരികയും ചെയ്യും. അത് ഓട്ടോമാറ്റിക്കലി ഫ്ലഷ് ആവും. കാരണം ഇത് സീയിലോട്ട് കണക്റ്റഡ് ആണല്ലോ, കടലുമായിട്ട്. അപ്പോൾ കടലിൽ നിന്ന് വെള്ളം കയറി അത് ഓട്ടോമാറ്റിക്കലി ക്ലീൻ ആവും. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ഒക്കെ അവസാനിക്കാൻ പോവുകയാണ്. ഞാനിപ്പോഴും അവിടുന്ന് ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ. അപ്പോൾ ബാലിപ്പുറത്തുനിന്ന് ഒപ്പിയെടുക്കുന്നുണ്ട്. ഞങ്ങൾ വെനീസിൽ നിന്ന് പോവാണ്. ഇന്ന് ഒരു ഒറ്റ ദിവസത്തേക്കാണ് വെനീസിൽ വന്നത്. പക്ഷേ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഈ കാണുന്നില്ല എന്ത് അടിപൊളിയാണ് കാണാൻ. അതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങൾ ഇനിയും വരുമായിരിക്കും എന്തെങ്കിലും ഒരിക്കൽ താമസിക്കാൻ. പക്ഷെ അതുവരെ ബൈ ഫ്രം വെനീസ്. ഞാനിവിടെ വരുന്നതിന് മുന്നേ എന്നോടെല്ലാവരും പറഞ്ഞായിരുന്നു ഇവിടെ ഭയങ്കര തിരക്കാണ്. ആണ് കേട്ടോ, ഇവിടെ ശരിക്കും തിരക്കുണ്ട്. പക്ഷേ അത് എത്ര തിരക്കിൻ്റെ ഇടയ്ക്കാണെങ്കിലും ആളുകളില്ലെങ്കിലും നമ്മളുണ്ടാക്കുന്ന മെമ്മറീസ് അത് നമ്മുടേതാണ്. ഇവിടെ വെനീസിൽ ഞങ്ങളുണ്ടാക്കിയ മെമ്മറീസ് അത് ഞങ്ങളുടെ മാത്രമാണ്. അതുകൊണ്ട് അതെല്ലാം കൂടെ
തൂത്തുവാരി അതെല്ലാം കൂടി കെട്ടിപ്പെറുക്കി ഞാനിവിടെ സൂക്ഷിച്ച് വെക്കാൻ പോവാണ്. പണ്ട് നമ്മൾ മയിൽപ്പീലി ബുക്കിൻ്റെ അകത്ത് സൂക്ഷിക്കുന്നത് പോലെ അങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ മാത്രം മെമ്മറീസ് എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. എന്ന സ്വന്തം ലക്ഷ്മി.